ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു സീസൺ 2-ൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ടോൺഫയുടെ കയ്യിലേക്ക് ടൈഫൂൺ കൊടുത്തിരുന്ന ഒരു ലെറ്റർ എല്ലാം തന്നെ കൊണ്ടു കൊടുക്കുന്ന ബോബി എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ തിരിച്ച് റിപ്ലൈ ആയിട്ട് ടോൺഫയും ഒരു കവർ കൊടുത്ത് വിടുന്നുണ്ട്. അതെല്ലാം തന്നെ ടോൺഫയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹില്ലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ടോൺഫ തിരിച്ച് വരുമ്പോഴത്തേക്കും ജോഹാനും ഹില്ലും പിന്നെ ആർത്തഡും കൂടെ ആയിട്ട് അല്ല എന്താ സംഭവം, നിനക്ക് ആ ഒരു ലെറ്റർ വരുന്ന പയ്യൻ ഇഷ്ടമാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എനിക്ക് അവനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതാരാണെന്ന് നിനക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേന്ന് ആർത്തിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയം ഉണ്ട്, പക്ഷേ ആ ഒരാൾക്ക് ആളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. സോ ഞാനായിട്ട് തന്നെ അത് കണ്ടുപിടിക്കാനും പോകുന്നില്ല. ആ ഒരാൾക്ക് എന്താണോ കംഫർട്ട് അത് തന്നെ മതി എനിക്ക്, അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇത്രയും പേര് ലെറ്റർ വന്നിട്ടും ഇയാളോട് മാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി, ഇയാളെ മാത്രം അറിയണമെന്ന് തോന്നി എന്നൊക്കെ ഹില്ല് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എനിക്ക് എപ്പോൾ ലെറ്റർ എഴുതിയാലും ഇയാൾക്ക് വേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറയാറില്ല. എൻ്റെ ദിവസം നന്നായിരിക്കണം, ഞാൻ നന്നായിട്ടിരിക്കണം, ആ ഒരു കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ബാക്കിയുള്ളവരെ പോലെ അങ്ങനെ വലുതായിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആവശ്യപ്പെടലോ അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ട് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് കൂടുതൽ താല്പര്യമായിട്ട് അറിയണമെന്ന് തോന്നി എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ടൈഫൂണിൻ്റെ കയ്യിലേക്ക് ആ ഒരു റിപ്ലൈ ആയിട്ടുള്ള കവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവനിപ്പോൾ മൊത്തത്തിൽ അങ്ങ് രോമാഞ്ചമൊക്കെ വന്ന് ഭയങ്കര സന്തോഷം ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അവനും ടേറും ഫോമും അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടേറാണെങ്കിൽ നിൻ്റെ അവസരം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫോം ചോദിക്കുന്നുണ്ട് ടോൺഫയ്ക്ക് ആ ഒരു ലെറ്റർ എഴുതുന്ന പയ്യനാണ് ഇഷ്ടം, അത് നിന്നെയാണോ ഇഷ്ടമെന്ന്. ആ സമയം ആ ലെറ്റർ എഴുതുന്ന പയ്യനായിരിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് നീയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലോ എന്നിങ്ങനെ ഫോം പറയുന്നുണ്ട്. ആ ടൈമിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് ടൈഫൂണിന് അറിഞ്ഞുകൂടാ. എന്നാൽ ടേറാണെങ്കിൽ നീ വിഷമിക്കേണ്ട, നിന്നെ തന്നെ അവൻ സ്നേഹിക്കും, നീ എങ്ങനെയാണുള്ളത് അത് തന്നെ അവൻ ഇഷ്ടപ്പെടുന്നു, നോ വെറീസ്. കാരണം ഇത്രയും പേരുള്ളതിൽ അവൻ നിന്നെ ചൂസ് ചെയ്തില്ല, പിന്നെ വേറെ എന്ത് വേണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ടൈഫൂണാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ലെറ്റർ എഴുതി എല്ലാവർക്കും അവൻ ഇതേപോലെ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരിക്കുമോ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഇല്ല, എത്രയോ പേര് ലെറ്റർ എഴുതുന്നു, അവന് വേറെ പണിയില്ല എല്ലാവർക്കും റിപ്ലൈ എടുത്തുകൊണ്ടിരിക്കാൻ, അവൻ നിനക്ക് മാത്രം റിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ച് ഇന്ന് ടെൻഷൻ ആവട്ടെ, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ടേറ് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നോർത്തും ദാവോയും ടൈഫൂണും ടേറും കൂടെ ആയിട്ട് അവരുടെ ഡ്രോയിങ് ക്ലബ്ബിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെ നോർത്ത് പറയുന്നുണ്ട് ഫൈനലി എൻ്റെ പ്ലാൻ സക്സസ് ആയി, അതുകൊണ്ടാണ് അവൻ നിനക്ക് തിരിച്ച് റിപ്ലൈ തന്നേന്ന്. ആ ടൈമിൽ ടേറ് എന്തോ പറയുന്നത്, നിൻ്റെ പ്ലാനോ, അത് ദാവോയുടെ പ്ലാനാണെന്ന് പറയുമ്പോൾ സമ്മതിച്ചു, ദാവോയുടെ പ്ലാനൊക്കെ തന്നെ, പക്ഷേ 80% അതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളും നോക്കിയത് ഞാൻ ഒരാളുള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. ആ ഒരു ലെറ്ററൊക്കെ കൈമാറാൻ തന്നെ ആളെ കണ്ടുപിടിച്ചത് ഞാനാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രെഡിറ്റ് എല്ലാം വരേണ്ടത് എനിക്കൊരാൾക്കാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറ് ഇവനെപ്പോലെ ഒരുത്തൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ നോർത്താണെങ്കിൽ ടൈഫൂണിൻ്റെ അടുത്ത് നിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യണ്ടേ, നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണം, പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ പേടിക്കണ്ട, നമ്മൾ ഫൈറ്റ് ചെയ്യും, നമ്മൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യും, ടോൺഫയ്ക്ക് നിന്നെ അവൻ ഇഷ്ടമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂണും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അവനങ്ങോട്ട് എനർജി ഒന്നുമില്ല. അപ്പോൾ നോർത്താണെങ്കിൽ കുറച്ച് എനർജിക്ക് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ അവരോട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട് ടോൺഫൈ നീ ഒരുമിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ബ്രദേഴ്സായിട്ടിരുന്ന സമയത്തൊക്കെ നിനക്ക് അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടായിരുന്ന കാര്യം ടോൺഫയ്ക്ക് അറിയാമായിരുന്നു എന്ന്. ആ സമയം ടൈഫൂൺ അവൻ അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ അവൻ മനഃപൂർവ്വം ഞങ്ങളുടെ ഇടയിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രദേഴ്സായിട്ട് തന്നെ നിർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നോർത്താണെങ്കിൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യം തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ഹില്ലും ടേറും ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ്. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ രണ്ടൊരു ഫ്ലേർട്ട് ചെയ്ത് ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടേറിനെ അപ്പോൾ ക്ലാസ്സിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ടൈഫൂണും ഫോമും കൂടെ ആയിട്ട് വരുന്നുണ്ട്. വന്നിട്ട് തന്നെ ഫോമാണെങ്കിൽ രാവിലെ തന്നെ ഓടിപ്പടച്ച് വന്നത് ഇവനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനാണല്ലോ, അല്ലാതെ പഠിക്കാനൊന്നും ഉദ്ദേശമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ടേറാണെങ്കിൽ ഒന്ന് പോടാന്നും പറഞ്ഞ് അവരോട് പോകാനായി എഴുന്നേൽക്കുന്നുണ്ട്. ടൈഫൂൺ അങ്ങനെ തിരിയുമ്പോഴാണ് അവൻ്റെ മുന്നിലേക്ക് ടോൺഫ വന്ന് നിൽക്കുന്നത്. ടോൺഫേനെ കാണുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്. അതൊന്നും പുറത്ത് വലുതായിട്ട് കാണിക്കുന്നില്ല, എന്നാലും എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്. അവൻ പിന്നെ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് അവനങ്ങ് നടന്നു പോകുന്നുണ്ട്. ആ ടൈമിന് ടോൺഫയുടെ കയ്യിൽ ടൈഫൂൺ അന്നത്തേക്ക് അവന് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ച ആ ഒരു കവറും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു നേരം കൊണ്ട്. അപ്പോൾ ആ ഒരു കവർ കാണുമ്പോൾ ഹില്ല് ചോദിക്കുന്നുണ്ട് ഇത് വാങ്ങാനാണോ നീ രാവിലെ തന്നെ പോയത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ടോൺഫേ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഹില്ല് അത് ചെറുതായിട്ടൊക്കെ ടൈഫൂണിനെ നോക്കിയായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഹില്ലിന് അത് ടൈഫൂൺ ആയിരിക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഹില്ല് ഇത് ചോദിച്ചൊക്കെ കേട്ടുകൊണ്ടാണ് ടൈഫൂണും ഒക്കെ തന്നെ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്നത്. സോ വന്നിരുന്നുണ്ടെങ്കിൽ തന്നെ ഹില്ല് ചോദിച്ചാൽ കേട്ടില്ലേ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ആ സമയം ടോൺഫ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തിരിച്ചു പറഞ്ഞു. കോൾ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടേറാണെങ്കിൽ ടൈഫൂണിനെ കളിയാക്കുമ്പോൾ എനിക്ക് നാണം വരുന്നു മിണ്ടായിരിക്കാനായിട്ട് അവൻ ഫോമിനോടും ടേറിനോടൊക്കെ പറയുന്നുണ്ട്. സാറ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പോലും അവൻ്റെ ചിന്ത അവിടെ തന്നെയായിരുന്നു. അവൻ്റെ ബുക്കിൽ ഒരു സ്മൈലിയൊക്കെ ഇങ്ങനെ വരച്ചിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ തന്നെ തിരിച്ച് റിപ്ലൈ ആയിട്ടും ഒരു കവർ ടൈഫൂണിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൈഫൂണാണെങ്കിൽ അത് നോർത്തിൻ്റെ ഇരിക്കുന്ന കാണുന്നതും ഓടി വന്ന് വാങ്ങുന്നുണ്ട്. വന്നുണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് അതിനകത്ത് എന്താ ഉള്ളത് നോക്കുന്നുണ്ട്. എന്നാൽ നോർത്ത് നോക്കുമ്പോൾ അവനൊന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല. ടൈഫൂൺ അങ്ങനെ ആകാംക്ഷ അടക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഡോമിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം അവനാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബോക്സ് ചോക്ലേറ്റ് ആയിരുന്നു. അതിൻ്റെ പുറത്തുണ്ടായിരുന്ന സ്റ്റിക്കി നോട്ടെന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് നിന്നെ പോലെ തന്നെ സ്വീറ്റ് ആണോ എന്നായിരുന്നു. അതും കൂടെ കാണുമ്പോൾ
ഭയങ്കരമായിട്ട് അങ്ങ് നാണിക്കുന്നുണ്ട്. അവനങ്ങനെ നോർത്തിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയം നോർത്തും ഒരു ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിനക്കത് വേണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട് നോർത്ത്. അപ്പോൾ അല്ലെങ്കിലും ഇനി നമ്മളായിരുന്നു ചോക്ലേറ്റ് ഒന്നും വാങ്ങാൻ നേരം ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ടൈഫൂൺ ആണെങ്കിൽ നീയും കൂടെ എന്നെ കളിയാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ പറയുന്നുണ്ട് നാളെ ഇനി ലെറ്റർ എഴുതുമ്പോൾ ഇപ്പോൾ ടൈഫൂൺ ചോദിച്ചില്ലേ ആ ഒരു ചോക്ലേറ്റ് പോലെ നീയും സ്വീറ്റാണോ എന്ന്, തിരിച്ച് മറുപടിയായിട്ട് ആ ഒരു ചോക്ലേറ്റിനെക്കാളും ഞാൻ സ്വീറ്റാണെന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കുക, അങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്യാനേ പറയുന്നുണ്ട് ടൈഫൂൺ. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ടോൺഫ എന്നോട് ഫ്ലേർട്ട് ചെയ്യുവാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇങ്ങനെ തന്നെ ഇരുന്നാൽ പോരാ, നീയാണെങ്കിൽ നിന്നെ സ്വയം റിവീൽ ചെയ്യണം, ഇങ്ങനെ തന്നെ എൻ്റെ വരെ പോവില്ലെന്ന് പറയുന്നുണ്ട് ടൈഫൂൺ. അപ്പോൾ അതെനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്, വീണ്ടും ഒരിക്കൽ അവൻ ഇട്ടിട്ട് പോയതുപോലെ പോകാനായിട്ട് പോവുകയാണോ, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും, നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടോൺഫ ഭയങ്കരമായിട്ട് ഹേർട്ടായിപ്പോവും, സോ ഒരിക്കലും നീ അങ്ങനെ ഒരു കാര്യമേ ഇനി ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ടൈഫൂൺ. അപ്പോൾ എനിക്ക് ടോൺഫിനെ ഹേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, സോ ഞാനിനി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. നോർത്ത സമയത്ത് നീ ഇപ്പോൾ നിൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് നിൽക്കണ്ട, അയാൾ കാരണമല്ലേ നിനക്കിപ്പോൾ നിൻ്റെ ഫീലിങ്സ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്, നീയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുകയും വേണ്ട, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. നോർത്തപ്പോൾ പറയുന്നുണ്ട് നീ ജനിക്കുന്നതിന് തന്നെ റീസൺ ആയത് അയാളാണ്, അതിപ്പോൾ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും, പക്ഷേ നീ ജനിച്ചതിന് നിന്നെ തന്നെ കുറ്റം പറയുമ്പോൾ തിരിച്ച് നമ്മൾ എന്തെങ്കിലും പറയേണ്ടതല്ലേ, നീ ഇപ്പോൾ എന്തായാലും അയാൾ ആലോചിക്കാൻ നിൽക്കണ്ട, സ്വന്തം ഫീലിങ്സ് മാത്രം നോക്കുക, ഇനിയെങ്കിലും നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ നീ ആണെങ്കിൽ നിൻ്റെ ലൈഫ് ജീവിക്കുക, കാരണം ഇത് നിൻ്റെ മാത്രം ലൈഫാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ നോക്കി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കിട്ടിയുന്നുണ്ട്. ടൈഫൂൺ അതിനുശേഷം അവൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ അങ്ങോട്ടേക്കൊക്കെ ചെന്നിരിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ കുറച്ച് ചെടികളൊക്കെ അവൻ വളർത്തുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസൊക്കെ തന്നെ അവൻ്റെ ക്യാമറയിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറിയ ശേഷം ആയപ്പോലും ടോൺഫ തന്ന ആ ഒരു സ്റ്റിക്കി നോട്ടും സംഭവങ്ങളെല്ലാം വെച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ എല്ലാം കൂടെ വെച്ചിട്ടാണ് ടോൺഫയ്ക്ക് അടുത്ത ദിവസം അവൻ ആ ഒരു കവറും സ്നാക്സൊക്കെ കൊടുക്കുന്നത്. അത് ടോൺഫ വീട്ടിൽ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരുന്ന സ്റ്റിക്കി നോട്ടിലുണ്ടായിരുന്നത് നീ ചോദിച്ചതിന് മറുപടി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം ഞാൻ എന്തോരം സ്വീറ്റാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ തന്ന ആ ഒരു ചോക്ലേറ്റ് അത് നല്ല സ്വീറ്റാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ വായിച്ചിങ്ങനെ ഷൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ആരും ഇങ്ങനെ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആർത്തിട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൻ എപ്പോഴേ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ്, ഇപ്പോൾ ഈവനിങ് ആയിട്ട് പോലും ആൾ ഒന്നും ഉറക്കണിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോൺഫ ചെന്നിട്ട് ഒരു തലേനെടുത്ത് അവൻ്റെ മുഖത്തോട് എറിയുന്നുണ്ട്. ആർട്ട് അങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് രാവിലെ ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാവിലെയോ, ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചെത്തി, വൈകുന്നേരമായി എന്ന് പറയുന്നുണ്ട്. ആർട്ട് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നീ അറ്റൻഡൻസ് എടുത്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും നീ പേടിക്കണ്ട, ഉടനെ തന്നെ നീ കോളേജിൽ നിന്ന് പുറത്താവും എന്ന് പറയുന്നുണ്ട്. ആർട്ടിന് ആ സമയം കഴിഞ്ഞ ദിവസം നൈറ്റ് ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയം നിനക്ക് ഹാങ് ഓവർ മാറാൻ മെഡിസിനും ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, പോയി കഴിക്കാനേ പറയുമ്പോൾ താങ്ക് യു ബ്രോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ അവന് വൊമിറ്റ് ചെയ്യാൻ തോന്നിയിട്ട് ആർട്ട് ഇറങ്ങി ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട്. അതിനുശേഷം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആർട്ടിനോട് നീയാണെങ്കിൽ ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ് ഇത്രയും ഡ്രിങ്ക് ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് അവരൊരു മറുപടി കൊടുക്കുന്നില്ല. പകരം നീയാണെങ്കിൽ ആ ഒരു പയ്യനായിട്ട് വീണ്ടും സംസാരിച്ചോ, എന്താ സംഭവം, നിനക്ക് ആളെ ഇഷ്ടമാണ്, നീ നിൻ്റെ മനസ്സ് ഉറക്കം ഇപ്പോൾ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആളുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ട് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള സംസാരം മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ ടൈഫൂണിന് കൊടുത്ത ഒരു ചോക്ലേറ്റ് അത് കൊടുക്കാനായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ആർട്ടിണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിട്ട് അതിൻ്റെ ക്യാഷ് തരാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. $550 ആയെന്നാണ് അവൻ പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ എക്സ്ട്രാ $10 അത് കൊണ്ടുവന്നതിനും കൂടെ ആയിട്ട് അവൻ വാങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ അയച്ചു കഴിയുമ്പോഴത്തേക്കും ആർട്ടിട്ട് തന്നെ പറയുന്നുണ്ട് നിൻ്റെ ലവ് സെറ്റാക്കാനായിട്ട് ആദ്യം തന്നെ എന്തോരം പൈസ ചിലവാക്കുന്നത്, നിങ്ങൾ മൂന്നെണ്ണം ഭയങ്കര റിച്ച് ഷുഗർ ഡാഡീസ് ആണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിനക്കങ്ങനെ ആവേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആർട്ടിൻ്റെ പോയി ലവ് എനിക്ക് അതിലൊന്നും തീരെ താല്പര്യമില്ല, അതൊക്കെ ഒരുമാതിരിയാണെന്ന് അവൻ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ടോൺഫയ്ക്ക് ശേഷം എഴുന്നേറ്റ് റൂമിലേക്ക് പോയിട്ട് അവൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ സമയം ആർട്ടിഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് നിൻ്റെ ഒരു ഷർട്ട് ഞാൻ എടുത്തിട്ടോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ടോൺഫ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആർട്ടിയുടെ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന ശേഷം ടോൺഫയോട് നീ എന്താ ഇത്രയൊക്കെ ഇരുന്ന് വായിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇന്ന് പഠിപ്പിച്ചത് ഞാൻ റിവ്യൂ ചെയ്യുകയാണ്, നീ ഇന്ന് ക്ലാസ്സിന് വന്നില്ലല്ലോ, എടുത്തു വെച്ച് ഒന്ന് നോക്കാനേ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ടോൺഫയായിട്ടിരിക്കുന്നത് മടുപ്പുള്ള കാര്യമല്ലേ എന്ന് ആർട്ടിഡ് ചോദിക്കുകയാണ്. ആ സമയം അതേന്ന് പറഞ്ഞിട്ട് ആർട്ടിഡായിട്ടിരിക്കുന്നത് മടുപ്പുള്ള കാര്യമില്ലെന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്രൂട്ടലാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ എന്താണ് ബ്രൂട്ടൽ എന്ന് നോക്കുമ്പോൾ മൊത്തത്തിലെല്ലാം ബ്രൂട്ടലാണെന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ടോൺഫ വീണ്ടും പഠിത്തം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആർട്ടിഡ് അത് തന്നെ നോക്കിയിട്ട് നീ ഇങ്ങനെ നിന്നെ സ്വയം ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന പരിപാടി നിർത്തിയില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൻ പറയുന്നുണ്ട്. ആർട്ടിഡ് അപ്പോൾ എഴുന്നേറ്റ് വന്ന് അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് ഞാനുണ്ട്, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുകയെ, എനിക്കാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഭയങ്കര ആഗ്രഹം പറയാനായിട്ടോ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ടോൺഫ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എല്ലാവരും സഹായിച്ച് എല്ലാവർക്കും ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാൻ പറ്റുന്ന ആളാവണമെന്ന് ആഗ്രഹം, പക്ഷേ എൻ്റെ അച്ഛന് ഞാനാണെങ്കിൽ ഭയങ്കര ഉയരത്തിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ടാണ് അവരെൻ്റെ പേര് ടോൺഫ എന്നിട്ടത്. ഞാനാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ തന്നെയാണ് വളർന്നു വന്നതും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഇന്നേ വരെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതും അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല, ഞാനങ്ങനെ ജീവിച്ച് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആർട്ടിപ്പോൾ നീ അതിൽ ഹാപ്പിയാണോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്ത് ചെയ്താലും നീ ഹാപ്പി ആയിട്ടിരിക്കണം, നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് നീ ചേഞ്ച് ആവണം, ആൾക്കാരെ കുറിച്ച് കെയർ ചെയ്യുന്നത് നിർത്തണം, അങ്ങനെ ഒന്നുമല്ല. ചിലർക്ക് മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നത് ലൈഫിൽ, അതേപോലെ നിനക്ക് എന്താണ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നത് നീ അങ്ങനെ ആയിരിക്കണം. ചിലരുണ്ട് ലൈഫിൽ എന്ത് ലക്ഷ്യത്തിലെത്തണമെന്ന് പോലും എന്തിനു ജീവിക്കുന്നതൊരു പിടുത്തമില്ലാത്ത ആ ഗണത്തിൽ പെട്ടതാണ് ഞാൻ. എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്.
പക്ഷേ നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നീ എന്ത് ചെയ്താലാണ് നിനക്ക് സന്തോഷം കിട്ടുന്നത് അത് തന്നെ നീ കണ്ടിന്യൂ ചെയ്യാനേ പറയുന്നുണ്ട്. ഓൺഫാപ്പ് ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ ആർത്തിടെ എന്നാൽ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ബായ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ചോക്ലേറ്റ് വാങ്ങിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഹില്ലും ജോഹാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയിട്ട് ഹില്ലും ജോഹാനും ആർത്തിടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുന്നത് അങ്ങനെ മോശം കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കല്ലേ നമ്മൾ കൊടുക്കാറുള്ളൂ. സോ സത്യം പറയാം നിനക്ക് ആരെ ഇഷ്ടം, നിനക്ക് ആ പയ്യനെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ ഓക്കെ സമ്മതിച്ചു എനിക്ക് ആളെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഹില്ല് ചോദിക്കുമ്പോൾ അങ്ങനെ ആളെന്ന് പറയാനൊന്നും എനിക്കറിയത്തില്ല, ജസ്റ്റ് ആ ഒരാളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആർത്തിയുടെ സമയം നേരിട്ട് ഒരാളെ കാണാതെ അയാളെ സ്നേഹിക്കാനേ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതേവരെ ചിന്തിച്ചിട്ടില്ല, പിന്നെ അത് വലിയൊരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ജോഹാൻ ഒരുപക്ഷെ ഒരു ദിവസം ഈ ലെറ്റർ എഴുതി നിർത്തിയിട്ട് അയാൾ മാങ്ങി പോയി കഴിഞ്ഞാൽ നിനക്ക് അയാളെ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. സോ അയാൾ ആരാ നിനക്ക് അറിയേണ്ടതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് സത്യത്തിൽ ശരിയാണ്, അയാൾ എങ്ങനെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ആരാണെന്ന് പോലും അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലിങ്ങനെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ടോൺഫ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി എൻ്റെ ഫ്രണ്ട് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ടോൺഫയുടെ ഒരു കവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ടോൺഫ സോറി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി പോയി കഴിയുമ്പോൾ ഫ്രണ്ട്സ് സാധാരണ ഇങ്ങനെയല്ലല്ലോ എല്ലാവരും തരുന്ന വാങ്ങുന്നില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല അത് പിന്നെ ലവിലായി കഴിഞ്ഞാൽ പിന്നെ വേറെ ആയിരുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് ജോഹാനൊക്കെ ചിരിക്കുമ്പോൾ ടോൺഫയാണെങ്കിൽ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ആർത്തിൻ്റെ അപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് നിനക്ക് ആ കവർ വാങ്ങിച്ചുകൂടായിരുന്നോ, അതിൻ്റെ അകത്തിരിക്കുന്നത് ഞാനെങ്കിലും കഴിക്കുമായിരുന്നല്ലോ എന്ന്. ആ സമയം ജോഹാൻ 24 മണിക്കൂറും തിന്നുന്നതാണ്, നിനക്ക് വേറെ ഒരു പണിയില്ലെന്ന് നോക്കുമ്പോൾ എനിക്ക് നിന്നോടല്ലോ അവനോടല്ലേ ചോദിച്ചത് തിരിച്ച് ആർത്തിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നോർത്തിനെ കാണിക്കുകയാണെങ്കിൽ നോർത്തിനെ ഇപ്പോൾ ബോബി കോൾ ചെയ്തിട്ട് താനൊരു ആക്സിഡൻറ്റിൽ പെട്ടു അതുകൊണ്ട് കോളേജിലേക്ക് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഇവർക്ക് പ്രശ്നമായിരിക്കുകയാണ്, കാരണം ടോൺഫയുടെ കയ്യിലേക്ക് ടൈഫൂണിൻ്റെ കവർ കൈമാറാനായിട്ടുള്ള ആൾ ഇനിയില്ല. സോ ഇനി എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ നോർത്താണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ടേറ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും, ശരിക്കും ടോൺഫയ്ക്ക് നിന്നെ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നീയാണെങ്കിൽ 2 ദിവസം ടോൺഫയ്ക്ക് ഈ ഒരു കവർ കൊടുക്കണ്ട, ആ സമയം അവനാണെങ്കിൽ അത് അന്വേഷിക്കുമോ കവർ കിട്ടാത്ത എന്താണെന്നൊക്കെ നോക്കുമെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം, എങ്കിൽ അവന് നിന്നെ ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല ടോൺഫയെ അങ്ങനെ ടെൻഷൻ ആക്കണമെന്ന് അങ്ങനെ ചിന്തിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് ടൈഫൂൺ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം ഇനിയിപ്പോൾ വേറെ ആളെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നോർത്തിനെ നോക്കുമ്പോൾ എന്ത് കാണിക്കാൻ എന്നെ ഇങ്ങനെ നോക്കുന്നു, ഒരാളെ സെറ്റാക്കിയതിൻ്റെ പാട് എനിക്കേ അറിയാവൂ, അതാണെങ്കിൽ അയാളെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് പോലും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് വേറൊരാളെ ഇങ്ങനെ കൊടുക്കാനായിട്ട് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാവും അപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം, ആ സ്ഥലത്ത് വെച്ച് വേണം ഈ ഒരു കവർ കൈമാറാനായിട്ട്, അതേ ഉള്ളൂ വഴി എന്ന് പറയുന്നുണ്ട്. ഓർത്ത സമയം അങ്ങോട്ടേക്ക് കവർ കൊണ്ടുവയ്ക്കാനായിട്ട് പോകുമ്പോഴെങ്ങാനും ടോൺഫ കണ്ടാലോ, കാരണം ടോൺഫയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ആ ലെറ്റർ ആയിരുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാനേ ഉറപ്പാട് ശ്രമിച്ചതിനെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതാവാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ടോൺഫ അങ്ങനെ ചെയ്യത്തില്ല, കാരണം ഇത്രയും ദിവസം ടോൺഫ ആണെങ്കിൽ ഇത് ആരാന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. സോ ഉറപ്പായിട്ടും ടോൺഫ ആണെങ്കിൽ അങ്ങനെ നിർബന്ധിക്കാൻ യാതൊരു ചാൻസും ഇല്ല, ടോൺഫ കണ്ടുപിടിക്കാനും ശ്രമിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് അവൻ പറയുന്നുണ്ട്. ഓർത്തപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് ഈ ഒരു കവറെല്ലാം കൈമാറാനായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. നേരെ ഇവരെല്ലാവരും കൂടെ ആയിട്ട് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കഫേയിലേക്ക് വരുന്നത്. അവിടെയാണ് ഇവരെല്ലാവരും മിക്ക സ്റ്റുഡൻസും എപ്പോഴും വരുന്നത്. നടത്തിക്കൊണ്ട് പോകുന്നത് ജിബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. സോ ജിബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്, ഇതുപോലെ ലവിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ജിബാണെങ്കിൽ ഓക്കെ, ടോൺഫയാണെങ്കിൽ എന്നും രാവിലെ ഇവിടെ കോഫി വാങ്ങാനായിട്ട് വരാറുണ്ട്, അപ്പോൾ ഈ കവർ ഞാൻ തന്നെ ഡെയിലി അവന് കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ടൈഫൂൺ അതിന് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. നോർത്തപ്പോൾ ജിബിനെ കുറേ പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജിബ് അപ്പോൾ എൻ്റെ നിന്ന് ഫ്രീ ആയിട്ട് ഇവിടെ നല്ല സാധനം കിട്ടാനാണോ നീ ഇങ്ങനെ പൊക്കി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവന് കൊടുക്കാനുള്ള ഒരു ലെറ്റർ എല്ലാം തന്നെ അവിടെ കഫേയിൽ തന്നെ ഇരുന്നിങ്ങനെ എഴുതുന്നുണ്ട്. ആ സമയം ജിബ് കഴിക്കാനായിട്ട് കേക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ നോർത്തിൻ്റെ അടുത്ത് വേറെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങാനും ടോൺഫ കോഫി വാങ്ങാനായിട്ട് നാളെ വന്നില്ലെങ്കിലോ എന്ന്. ആ സമയം നാളെ വന്നില്ലെങ്കിൽ മറ്റന്നാൾ വരും, എന്തായാലും ഇന്നൊരു ദിവസം കൊണ്ടാവും കോഫി കുടിക്കുന്നത്, എന്നേക്കുമായിട്ട് നിർത്തത്തൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ജിബ് ആ കുറച്ച് കോഫിയെ കൊടുക്കത്തുള്ളൂ, അതുകൊണ്ട് അവൻ എന്നും വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതും കേട്ടോണ്ടായിരുന്നു ജിബ് ഇവർക്ക് കഴിക്കാനുള്ള കേക്കും കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്നതും ജിബ് ആ ബെസ്റ്റ്, നിനക്ക് ഞാൻ കഴിക്കാൻ കേക്ക് എന്നപ്പോൾ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്, നീ മുമ്പ് എന്ത് ക്യൂട്ടായിരുന്നു എന്ത് പാവമായിരുന്നു, ഇപ്പം നീ ആർത്തിഡിൻ്റെ കൂടെയൊക്കെ ചേർന്നതിന് ശേഷം മൊത്തം കുളമായി എന്ന് നോർത്തിനെ നോക്കി പറയുന്നുണ്ട്. നോർത്തപ്പോൾ സത്യം ആ ഒരു ആർത്തിഡാണ് എന്നെ നശിപ്പിച്ചത്, മര്യാദയ്ക്ക് ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞു കൊച്ചായിരുന്നു ഞാനെന്നിങ്ങനെ പറയുമ്പോൾ ടേറ് നീ കുഞ്ഞു കൊച്ച് ഇന്നസെൻറ്റ് ഇതൊന്നും പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കത്തില്ല, നീ ഇങ്ങനെയൊന്നും അല്ലാന്ന് അവൻ പറയുന്നുണ്ട്. ആ നേരം കൊണ്ട് തന്നെ ടൈഫൂൺ ആണെങ്കിൽ ടോൺഫയ്ക്കുള്ള ഒരു ലെറ്ററിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കവറെല്ലാം തന്നെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ടോൺഫ രാവിലെ കോഫി വാങ്ങാൻ വരുമ്പോൾ ജിബ് ആ ഒരു കവർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ടോൺഫ ആണെങ്കിൽ അപ്പോൾ ആ ഒരു ലെറ്റർ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഈ ലെറ്ററുകൾ ഷെയർ ചെയ്യുന്ന ആ ഒരാൾ വരാതിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1-2 ദിവസമൊന്നും ഇത്തരം ലെറ്ററൊന്നും തരാതിരുന്നത്. ഇനി തൊട്ട് ഇവിടെ നിന്നായിരിക്കും ലെറ്റർ കിട്ടുക, ഈ സ്ഥലത്ത് നിന്ന് വന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, പിന്നെ എനിക്കും കുറച്ച് വയ്യായികയൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഹോട്ട് കോഫി വരുമ്പോൾ തരാനായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ചെല്ലുമ്പോൾ വേറെ ഇനി ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട, പിന്നെ ഇന്നത്തെ ദിവസം നന്നായിട്ടിരിക്കട്ടെ, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെറ്റർ അവസാനിക്കുന്നുണ്ട്. വായിച്ചു കഴിയുമ്പോൾ തന്നെ ജിബാണെങ്കിൽ ആ ഒരാൾ ആരാണെന്ന് അറിയണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ
ആ ആൾക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കും വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിബ് പക്ഷേ വേണമെങ്കിൽ ഞാൻ ഒരു ഹിൻഡ് തരാം, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോൺഫ ചിരിച്ചുകൊണ്ട് അതെനിക്ക് ഓൾറെഡി അറിയാമെന്ന് തിരിച്ച് റിപ്ലൈ എടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആർത്തറും ജോഹാനും ഹില്ലും കൂടെ ആയിട്ട് അവരാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ടോൺഫയ്ക്ക് വേണ്ടിയിട്ട്. ടോൺഫ ആണെങ്കിൽ അവനുള്ള സാൻഡ്വിച്ചും കഴിക്കാതെ ഇങ്ങനെ വച്ചിട്ട് പോയിരിക്കുകയായിരുന്നു. ടോൺഫ ഇപ്പോഴൊന്നും വന്നില്ലെങ്കിൽ താനതെടുത്ത് കഴിക്കുമെന്ന് ആർത്തർ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അതെടുക്കാനേ പോകുമ്പോഴാണ് ടോൺഫ വന്നിട്ട് ആ ഒരു സംഭവം അവൻ്റെയും തിരിച്ചു പിടിച്ച് വാങ്ങുന്നത്. ആ സമയം ടോൺഫയുടെ അടുത്ത് എവിടെ പോയതാ, എന്താ നിൻ്റെ കയ്യിരിക്കുന്ന കവറിലെന്ന് നോക്കുമ്പോൾ മെഡിസിൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ആ ഒരു കവറെല്ലാം തന്നെ ടൈഫൂണിനെ ഏൽപ്പിക്കാനായിട്ട് ജിബിൻ്റെ കഫേയിൽ തന്നെ ടോൺഫ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ടൈഫൂണിൻ്റെ കയ്യിൽ ആ കവർ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് മെഡിസിൻ ഉണ്ടായിരുന്നു. ഈ മെഡിസിനൊക്കെ കഴിച്ചാൽ അതിൽ പെട്ടെന്ന് നോക്കിയാവും. എൻ്റെ റിലേറ്റീവ് ഡോക്ടറാണ്, എല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ ഈ മെഡിസിൻ വാങ്ങിച്ചത്. പിന്നെ കഴിച്ചിട്ടും ഓക്കെ ആയില്ലെങ്കിൽ ഡോക്ടറിനെ പോയി കണ്ടാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് ടൈഫൂൺ ടോൺഫ വാങ്ങിച്ചു കൊടുത്ത ഒരു മെഡിസിൻ എല്ലാം കഴിച്ചിട്ട് തന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ പിറ്റേന്ന് അവൻ കോളേജിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഫോമിനെ കോൾ ചെയ്യുന്നുണ്ട്. ഫോം ആ ടൈമിനല്ല നിനക്കല്ലേ വയ്യാത്തെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ ഓക്കെ ആയി, അത് മരുന്നിൻ്റെ പവർ എന്നൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഒരു അൺനോൺ നമ്പറിൽ നിന്ന് അവന് കോൾ വരുന്നുണ്ട്. സോ ഫോമിനോട് ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഇത് ആരാന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ടൈഫൂണിൻ്റെ നമ്പറല്ലേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. അതൊരു ഫീമെയിൽ വോയിസ് ആയിരുന്നു. പിന്നീട് ആ ഒരാളെ കാണാനാണ് ഇവൻ പോകുന്നത്. ഇവരൊരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ടൈഫൂണിൻ്റെ സ്റ്റെപ്പ് മോം ആണെന്ന് വേണമെങ്കിൽ പറയാം. ടൈഫൂണിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ച ലേഡിയാണ്, പക്ഷേ ഫണ്ണിൻ്റെ അമ്മയല്ല, ഫണ്ണിൻ്റെ അമ്മയ്ക്ക് ശേഷം കല്യാണം കഴിച്ച ഒരു ലേഡിയാണ്. ആ ഒരു ലേഡി ഇപ്പോൾ ഇതേപോലെ അവരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇയാൾക്കൊരു ഫാമിലി ഉണ്ടായിരുന്നതും ഒരു റിലേഷൻ ഉണ്ടായിരുന്നതും കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ടൈഫൂണായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. തനിക്കാണെങ്കിൽ അയാൾ ഇട്ടിട്ട് പോകുന്നതിന് മുന്നേ അയാൾക്ക് നല്ലൊരു അച്ഛനായിട്ട് ഇരിക്കാൻ പറ്റുമോ, നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ അറിയണമെന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ടൈഫൂൺ എൻ്റെ അടുത്ത് അയാളൊരു നല്ല അച്ഛനായിരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ലേഡി അവരുടെ കുട്ടീനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു കുഞ്ഞു പെങ്കൊച്ചായിരുന്നു. ആളുടെ പേര് ഫായി എന്നാണ്. ഇതുപോലെ ഫായിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈഫൂൺ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. തനിക്ക് ഇതുപോലെ മറ്റൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ആളുടെ പേര് ഫണ്ണാണെന്ന് പറയുമ്പോൾ ഫണ്ണ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ സോറി എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ല കുഴപ്പമില്ല, അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നില്ല, അവളെക്കുറിച്ചുള്ള മെമ്മറീസ് എല്ലാം എനിക്ക് നല്ലതുപോലെ തന്നെ മനസ്സിലുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ലേഡി അപ്പോൾ നിങ്ങൾ പരസ്പരം നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉറപ്പായിട്ടും, പക്ഷേ അവൾ മരിക്കുന്നതിന് മുന്നേ ഞാനുള്ളത് കുറേ മോശം കാര്യങ്ങൾ ചെയ്തു, എനിക്കിന്ന് സോറി പറയാൻ പോലും പറ്റിയില്ല. സോ അവൾക്ക് വേണ്ട ലൈഫ് ഞാനിപ്പോൾ ജീവിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിൻ്റെ ചേച്ചിക്ക് അങ്ങനെയല്ല, നീ നിനക്ക് വേണ്ട ലൈഫ് ജീവിക്കുന്നതായിരിക്കും ഇഷ്ടം, അതുകൊണ്ട് നീ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ആ ഒരു ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടൈഫൂൺ ആണെങ്കിൽ കഫേയിലേക്ക് ചെന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ലേഡി പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ലൈഫായിട്ട് തന്നെ ജീവിക്കാനായിട്ട്. അതേപോലെ തന്നെ ടോൺഫേൻ അവൻ ഇട്ടിട്ട് പോകുന്നതിന് മുന്നേയും ടോൺഫ അവനെ മീറ്റ് ചെയ്ത സമയത്ത് നീ കോളേജിൽ ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത് ചോദിക്കുമ്പോൾ വെറ്റിനറി മെഡിസിൻ എന്നിവ മറുപടി കൊടുത്തേനെ, നിനക്കത് ഇഷ്ടമുള്ള കാര്യമായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ല എന്നിവ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം തന്നെ അതവന് ഇഷ്ടമുള്ള പരിപാടിയല്ല, പക്ഷേ ഫണ്ണിന് ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് അവനത് ചൂസ് ചെയ്തത്. സോ അവനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് തനിക്ക് വേണ്ടതുമായിട്ട് മുന്നോട്ട് പോകണോ അതോ ഫണ്ണിൻ്റെ ഈ ആഗ്രഹം തന്നെ താൻ നിറവേറ്റി കൊടുക്കണോ എന്ന്. ആ സമയം അങ്ങോട്ടേക്ക് ജിബ് വന്നിട്ട് ഇവനൊരു ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രിങ്ക്സ് ടോൺഫ ആണെങ്കിൽ ലെറ്റർ വാങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ടോൺഫ വീണ്ടും കുറച്ചുകൂടെ ക്യാഷ് വന്നിട്ടുണ്ട്, നിനക്ക് വേറെ എന്തെങ്കിലും കേക്കോ സംഭവങ്ങളോ ഒക്കെ വേണമെന്ന്. ആ ടൈമിന് ഇല്ല ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ജിബ് അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് ടൈഫൂണിനോട് സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്നെ സ്വന്തമായിട്ട് റിവീൽ ചെയ്യണ്ടേ, കാരണം നിനക്ക് അവൻ ആരാണ് അവൻ എന്താണെന്ന് അറിയാം, പക്ഷെ അവന് നീ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. അവൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും നിന്നെക്കുറിച്ച് ഒന്നും അറിയാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് അവന് വിഷമം ഉണ്ടാക്കത്തില്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവർ ഈ സംസാരം ആരെയും കേൾക്കുന്നുണ്ടോ എന്ന് ടൈഫൂൺ ഒന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ജിപ്പ് അപ്പോൾ അയ്യോ ഐ എം സോറി ഞാൻ എന്തായാലും പിന്നെ വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ഇതേപോലെ ടൈഫൂൺ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ടോൺഫയുടെ കൈ കിട്ടുന്നുണ്ട്. ടോൺഫ വായിച്ചു നോക്കുമ്പോൾ ടൈഫൂൺ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ലൈഫിൽ മറ്റൊരു തീരുമാനം എടുക്കാനേ പോവാണ്, അതിനെനിക്ക് ധൈര്യം തന്നത് നിങ്ങളാണ്, താങ്ക് യു, അതെന്തായാലും സംഭവം എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാമെന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് ടോൺഫ എഴുതിയ ലെറ്റർ ടൈഫൂണിൻ്റെ കിട്ടുന്നുണ്ട്. ടൈഫൂൺ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൺഗ്രാജുലേഷൻ, എന്താണ് തീരുമാനമെങ്കിലും നന്നായിട്ട് നടക്കട്ടെ എന്നായിരുന്നു. അടുത്ത ദിവസം ടൈഫൂൺ അവൻ്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ടേർ അവന് മെസ്സേജ് അയച്ചിട്ട് നാളെ ടോൺഫയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അതെനിക്കറിയാം, അല്ല പക്ഷേ നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഹില്ല് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, നീ ഒരു അവസരം യൂസ് ചെയ്യ്, അവനൊരു ഗിഫ്റ്റ് കൊടുക്കാനേ പറയുമ്പോൾ ഓൾറെഡി ഞാൻ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. ടേർ അതിനെ എങ്ങനെ കൊടുക്കാൻ പോകുന്നത്, നിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ടൈഫൂൺ എന്ന പേരിൽ തന്നെയാണോ അതോ ലെറ്റർ എഴുതുന്ന അവനെ സ്നേഹിക്കുന്ന പയ്യനെന്നുള്ള ഐഡൻറ്റിറ്റിയിലാണോ കൊടുക്കാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ രണ്ട് രീതിയിലും കൊടുക്കാനാണ് താൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. രണ്ട് ഗിഫ്റ്റ് എന്തോ അവിടെ സൈഡിൽ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോൺഫ ഇവന് വേണ്ടിയിട്ട് ഒരു സ്വെറ്റർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലെറ്ററിൻ്റെ കൂടെ ആയിട്ട്. അതിങ്ങനെ ഇട്ട് നോക്കിയിട്ട് അവനിങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അവൻ്റെ കൈ മാത്രം കാണിക്കുന്ന രീതിയിൽ. ആ ഒരു സ്വെറ്റർ നല്ല വലുതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെറ്ററും അടുത്ത ദിവസം ടോൺഫയുടെ കൈ കിട്ടുന്നുണ്ട്. ടോൺഫ അവൻ്റെ റൂമിൽ ഇരുന്ന് അതൊക്കെ നോക്കുന്നുണ്ട്.
അതിനുശേഷം ഉച്ചയാകുമ്പോഴത്തേക്കും കോളേജിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്റ്റഡി കഫേയിൽ ടോൺഫി ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഹില്ലും ടേറും പിന്നെ ടൈഫൂണും വരുന്നുണ്ട്. ഹില്ലും ടേറും ഒരുമിച്ചുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ടൈഫൂൺ മുന്നിലേക്ക് വന്നിട്ട് അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൈഫൂൺ ടേറിനോട് താനത് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് തന്നെ ആർത്തഡും ജോഹാനും നോർത്തൊക്കെ വരുന്നുണ്ട്. അവർ ഓരോ ഗിഫ്റ്റ് കൊടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഭയങ്കര ഇടിമിന്നൽ വന്നിട്ട് അവിടെ ലൈറ്റെല്ലാം ഓഫായി പോകുന്നത്. അതേസമയം ബാത്റൂമിൽ നിൽക്കുന്ന ടൈഫൂണും പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് പോകുമ്പോഴത്തേക്കും വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവനെല്ലാം ഇരുട്ടൊക്കെ പേടിയുള്ള കാര്യം നമുക്കറിയാമെന്നുള്ളതാണ് മുമ്പത്തെ എപ്പിസോഡ്സ് വെച്ചിട്ട്. സോ അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പറ്റുന്നില്ല, അത് സ്റ്റക്കായിരിക്കുമായിരുന്നു. അങ്ങനെ അവൻ ടോൺഫയുടെ പേരിങ്ങനെ വിളിക്കാനേ തുടങ്ങും. ടോൺഫ ഞാനിവിടെ സ്റ്റക്കായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതേ നേരം ഈ ഇടിമിന്നൽ വരുമ്പോൾ തന്നെ ടൈഫൂൺ വാഷ്റൂമിൽ പോയി എന്നുള്ള കാര്യം ടേറിനോട് പറയുന്നത് ടോൺഫ കേട്ടതുകൊണ്ട് തന്നെ ടോൺഫയ്ക്ക് ടൈഫൂണിനെ കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ പേടിക്കുമെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് ടോൺഫയും ബാത്റൂമിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ടൈഫൂൺ തന്റെ പേര് വിളിക്കുന്ന കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റാത്തതുകൊണ്ട് തന്നെ ടൈഫൂണിൻ്റെ അടുത്ത് നിന്ന് ഡോറിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കാനേ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഡോർ എങ്ങനെയൊക്കെ തള്ളി തുറക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടൈഫൂൺ വന്നിട്ട് ഇവൻ ഹഗ് ചെയ്യാണ്. പ്ലീസ് എന്നോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ, ഐ എം സോറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ സമയം ഇല്ലല്ലോ കുഴപ്പമില്ല, നീ കാമായിട്ടിരിക്കുക, ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ടോൺഫ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അന്ന് നൈറ്റ് റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കുമ്പോഴത്തേക്കും ടോൺഫയാണെങ്കിൽ ഇതുപോലെ ടൈഫൂണിനെ നേരത്തെ പേടിച്ചപ്പോൾ ഹഗ് ചെയ്ത കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയം അവന് ചെറുതായിട്ട് സന്തോഷവും ബ്ലഷിങ്ങും ഒക്കെ തന്നെ വരുന്നുണ്ട്. എന്നാൽ അവന് സീക്രട്ടായിട്ട് ആ ഒരു ലെറ്റർ എഴുതുന്ന ആൾ കവറിൽ വെച്ചിരുന്ന ഫോട്ടോസ് സംഭവങ്ങളെല്ലാം തന്നെ അവനോട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് താൻ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടല്ലോ എന്ന്. അങ്ങനെ അവൻ ആ ഒരു ബ്ലഷിങ് എല്ലാം നിർത്തണം, കാരണം തെറ്റാണ്, തനിക്ക് ഒരാൾ ഓൾറെഡി ഇഷ്ടമുണ്ട്. അങ്ങനെ ആ ഒരു ചിന്തയെല്ലാം മാറ്റി വെച്ചിട്ട് ടൈഫൂൺ കുറച്ച് മുന്നേ കൊടുത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടാണെന്ന് തോന്നുന്നു ഒരു കാർഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. സംശയം എന്തോ തോന്നിയിട്ട് അവൻ ആ ലെറ്ററും കവറൊക്കെ കൊടുക്കുന്ന ആ ഒരാൾ കൊടുത്ത ഒരു ഫോട്ടോയ്ക്ക് അത് എഴുതിയിരുന്ന ഹാൻഡ് റൈറ്റിംഗ് വെച്ച് അവൻ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ എക്സാക്ട് സെയിം ഹാൻഡ് റൈറ്റിംഗ്. അങ്ങനെ അവൻ അവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൻ ആ ലെറ്റർ എഴുതുന്ന അവനെ സ്നേഹിക്കുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ആൾ മറ്റാരുമല്ല ടൈഫൂൺ തന്നെയാണെന്ന്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അവൻ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.